കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ 18 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. ശുചിമുറിയിൽ ആണ് 18 വയസ്സുകാരൻ തൂങ്ങി നിൽക്കുന്നത്. അയാളെ കഴിഞ്ഞ ദിവസം ഒരു മൈനർ കുട്ടിയെ കടത്തിക്കൊണ്ട് പോയതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പയ്യനെ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അയാളുടെ വീടിനടുത്തുള്ള ഒരു മൈനർ കുട്ടിയുമായി നാട് വിട്ടു. മൈനർ കുട്ടിയുടെ മാതാപിതാക്കൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കുട്ടിയെയും ഇയാളെയും പറ്റി അന്വേഷിക്കുകയായിരുന്നു. ഇയാൾക്ക് 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഒരാഴ്ചത്തെ പ്രയത്നം കൊണ്ട് ഈ രണ്ടുപേരെയും കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ മൈനർ ആയതുകൊണ്ട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി മെഡിക്കൽ പരിശോധന പെൺകുട്ടിയുടെ നടത്തി. ഇയാളുടെ ഒപ്പമാണ് കഴിഞ്ഞിരുന്നത്. മൈനർ കുട്ടിയാണ്. പോക്സോ കേസിലേക്ക് പോകും സംഭവം. അതിൻ്റെ സീരിയസ്നെസ് പയ്യൻ ഇപ്പോഴായിരിക്കും മനസ്സിലായത്. എന്തായാലും പെൺകുട്ടിയെ ഷെൽട്ടറിൽ അയച്ചിട്ട് ഇയാളെ പോലീസ് സ്റ്റേഷനിലെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു, കേസെടുത്തു. ഇയാൾ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. ഒരാഴ്ചത്തെ പ്രവർത്തന ഫലം കൊണ്ട് മാത്രമാണ് വളരെയധികം പോലീസ് കഷ്ടപ്പെട്ട് കൽപ്പറ്റ പോലീസ് കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഗോകുൽ എന്ന് പറയുന്ന ഈ പയ്യൻ 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. കൽപ്പറ്റ അമ്പലവയലിൽ നെല്ലാറച്ചാൽ സ്വദേശിയാണ് ഗോകുൽ. അയാളെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് സെല്ലിനകത്തിട്ടു. രാവിലെ ശുചിമുറി പോകാനായിട്ട് അയാൾ പോയി. അയാൾ വരാൻ താമസിച്ചപ്പോൾ പോലീസിന് സംശയമായി. പോലീസ് സെല്ലിനകത്ത് കയറി ശുചിമുറി തുറന്നു നോക്കിയപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ അയാളെ പെട്ടെന്ന് അഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോൾ ആൾ മരിച്ചിരിക്കുന്നു. ഏതായാലും ഡെഡ് ബോഡി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി മറ്റ് നടപടിയിലേക്ക് പോകണം. ഇത് കസ്റ്റഡി ഡെത്തായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. കാരണം പോലീസ് പിടിച്ച ശേഷം പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജുഡീഷ്യൽ ഇൻക്വസ്റ്റ് വേണം. തഹസീൽദാരോ RDO വരണം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തൂങ്ങി മരിച്ച ആളുടെ ഡെഡ് ബോഡി ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണേലും അവിടെ പോയി ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് അറിയാം. എങ്കിലും 100% ഇതൊരു സൂയിസൈഡായിട്ട് മാത്രമാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നത്. കാരണം അയാളെ ശുചിമുറിയിലാണ് തൂങ്ങി നിൽക്കുന്നത്. അയാളെ ഉടുത്തിരുന്ന മുണ്ടഴിച്ചിട്ടാണ് തൂങ്ങിയിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു സൂയിസൈഡിലോട്ട് തന്നെ വരും. എങ്കിൽ തന്നെയും അതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെതിരായിട്ട് നടപടി ഉണ്ടാവും, കേസുണ്ടാവും. ചിലപ്പം 1-2 പേരെ നെഗ്ലിജൻസിനെങ്കിലും പ്രതി ചേർക്കേണ്ടി വരും. കാരണം ഇതുപോലൊരു സംഭവം നമ്മൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് ഓർമ്മ വെക്കണം. കാരണം അനിയനെ ചില മോഷണ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നത്, അത് 1-2 കടകളിൽ പോയി മോഷ്ടിച്ചിട്ട് ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള. പക്ഷേ അത് വിറ്റ് ആരോ വാങ്ങിച്ചു. അത് പോലീസ് ലൊക്കേറ്റ് ചെയ്ത് കടക്കാരന് ഹോൾസെയിൽ വിലയിൽ കുറേ ഫോൺ കൊണ്ട് കൊടുത്തതാണ്. നെയ്യാറ്റിൻകരയുടെ അടുത്ത് ഒരു ഹോൾസെയിൽ കടയിലെ ഒരു മോഷണം ഉണ്ടായി. ആ മോഷണം ഈ പയ്യനാണ് നടത്തിയത്. പയ്യനെ വർക്കലയ്ക്കടുത്തും അതുപോലെ ആറ്റിങ്ങലിനടുത്തും കൊണ്ടുപോയി അത് വിറ്റു. അത് വിറ്റ് കഴിഞ്ഞപ്പം കടക്കാരന് ഇവൻ്റെ പേരും നമ്പരും ഒക്കെ കൊടുത്തു. കച്ചവടക്കാരനാണ്, പല സ്ഥലത്തു നിന്ന് എടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും കച്ചവടം ചെയ്തു. അതിലൊരു ഫോൺ ആരോ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ ഫോണ് നെയ്യാറ്റിൻകര പോലീസ് ട്രാക്ക് ചെയ്തു. അതോടുകൂടി IMA നമ്പർ കിട്ടി. അങ്ങനെ ആ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കപ്പെട്ടു. കൊടുത്തയാൾ നെയ്യാറ്റിൻകരക്കാരനാണ് എന്ന് മനസ്സിലായി. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ പയ്യനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആ പയ്യനെ കാണാനില്ല. അവൻ ഒളിവിൽ പോയി. ഏതായാലും ഒളിവിലായിരുന്ന ആളെ പോലീസ് ഒരാഴ്ചക്കകം അവിടുത്തെ SHO അയാളെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പം അയാൾ പോലീസ് സ്റ്റേഷൻ സെല്ലിനകത്ത് വെച്ചിട്ട് അയാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് കഥ. അതിനൊരു നെഗ്ലിജൻസ് പോലീസിൻ്റെ ഭാഗത്തുണ്ട്. കാരണം എന്തോ വിഷസാധനങ്ങൾ അയാളെ പിടിച്ചപ്പോൾ തന്നെ അയാൾ വായിലിട്ടിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. മറ്റൊരു ഭാഷ്യം അയാളുടെ അണ്ടർവെയറിൻ്റെ
ആ വള്ളി പോകുന്ന അവിടെ അല്പം പൊട്ടാസ്യം സയനൈഡ് എന്തോ അയാൾ കരുതി വെച്ചിരുന്നു. അയാൾ മാന്യമായിട്ട് ചേട്ടനും അനിയനുമായിട്ട് താമസിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനൊരു മോഷണം നടത്തി ആരും പിടിക്കില്ലെന്ന് അയാൾ കരുതി. ഏതായാലും പിടി വന്നത് അയാൾ കൊടുത്ത സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ആരുടെ IMEI നമ്പറിൽ നിന്നാണ് പിടുത്തം വന്നത്. ഏതായാലും ഈ പയ്യനും പയ്യൻ്റെ ചേട്ടനും വലിയ നാണക്കേടും മാനക്കേടായി പിടിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനകത്ത് ഇവനെ പിടിച്ചാൽ ഇവൻ പലരിടത്തും പറഞ്ഞു ഈ പിടിച്ചാൽ അവൻ ആത്മഹത്യ ചെയ്ത് കളയും. കാരണം അത് പോലീസ് അറിഞ്ഞു, വെളിയിലൊക്കെ അന്വേഷണം പതുക്കെ തുടങ്ങിയപ്പം ഇവൻ പ്രതികരിച്ചത് അങ്ങനെയാണ്. ഏതായാലും പോലീസ് ഇവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അന്നേരം തന്നെ ഇയാൾ പൊട്ടാസ്യം സയനൈഡ് എന്തോ കഴിച്ചു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിഷാംശമുള്ള മറ്റെന്തോ കഴിച്ചു. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അയാൾ ആ സെല്ലിനകത്ത് കിടന്ന് മരിച്ചു. പക്ഷേ അതിനുശേഷം ആ മരണത്തെപ്പറ്റി സംശയമുണ്ട്, പോലീസ് കൊന്നതാണ് എന്നൊക്കെ അയാളെ ജ്യേഷ്ഠൻ പറഞ്ഞ് അത് വലിയ വിവാദമായി. അവസാനം നമുക്കറിയാം, കേരളം മുഴുവൻ അറിഞ്ഞ, മലയാളികൾ മുഴുവൻ അറിഞ്ഞൊരു സംഭവമായിട്ട് അത് മാറി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഒരു ശവപ്പെട്ടിയിൽ നീതി ലഭിക്കണമെന്ന് പറഞ്ഞ്, അനിയൻ്റെ മരണത്തിൽ നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ 8-10 വർഷം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു ശവപ്പെട്ടിക്കകത്ത് കിടന്ന ചരിത്രം നമുക്കറിയാം. അത് പോലീസ് കസ്റ്റഡിയിലെ ഡെത്താണ്. പോലീസ് അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അയാളെ മർദ്ദിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. കേസിൻ്റെ അന്വേഷണം നടത്തി ആളെ ലൊക്കേറ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ചയില്ല. പക്ഷേ അയാളെ പിടിക്കുമ്പം തന്നെ എന്തോ വിഷാംശം ഉള്ളിൽ അയാൾ കഴിച്ചിരുന്നു, പോലീസിന് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് പലരിടത്തും പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴേ ഉണ്ടായ സംഭവം, അതിനകത്ത് പോലീസിന് വലിയ തെറ്റില്ല. കാരണം ശുചിമുറി തൂങ്ങി നിൽക്കുകയാണ്, ഡ്രൈവ് ബോയിയാണ്, അവന് വലിയ വിവരമില്ല, കുട്ടിയെ അടിച്ചുകൊണ്ട് പോയി, മൈനർ കുട്ടിയാണ്, പോക്സോ കേസ് ഉണ്ടാവും, അതിനകത്ത് ജീവിതകാലം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ അയാൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അയാൾ പോയി ആത്മഹത്യ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. സെല്ലിനകത്ത് തൂങ്ങാതെ നിവൃത്തിയില്ല. കൊച്ചു പയ്യനാണ്, 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതൊരു മൈനറായിട്ട് മാത്രമേ നമുക്ക് കൂട്ടാൻ ഒക്കുള്ളൂ. ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരാഴ്ച ഒന്നിച്ച് താമസിച്ചതാണ്, അത് പോലീസ് ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തതാണ്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇയാൾക്കെതിരായിട്ട്, രാഹുലിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ഇപ്പോൾ ഒരു ഷെൽട്ടർ ഹോമിൽ സൂക്ഷിക്കുകയാണ്. ഏതായാലും ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നമുക്കറിയാം. പോലീസ് സ്റ്റേഷൻ്റെ വെളിയിലെ നമ്മുടെ അതിർത്തികളിലെല്ലാം, അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളിലൊക്കെ ഇതുപോലെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഒരെണ്ണം പോലീസ് സ്റ്റേഷനിലായി. കാരണം പോലീസിന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അവരെ പലരെയും ബലിയാടാക്കും. കാരണം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ആ ശവപ്പെട്ടി കിടന്ന് 8 വർഷം 10 വർഷം കിടന്നു. അയാൾ ഇപ്പോഴും സമരത്തിൽ തന്നെ. ശവപ്പെട്ടി അവിടുന്ന് പോലീസ് എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ അവിടുന്ന് നീക്കം ചെയ്തു. വീണ്ടും അയാൾ ശവപ്പെട്ടി തന്നെ അവിടെ വന്ന് കിടന്ന ചരിത്രങ്ങൾ അറിയാം. അപ്പം ഇതൊരു അൺഎൻഡിങ്, ഒരു കാലത്തും അത് അവസാനിക്കാത്ത ഒരു സമരം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം ഉണ്ടായിരിക്കുന്നതെങ്കിലും അതിനകത്ത് പോലീസ് അതുമായിട്ട് നടക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു CBI അന്വേഷണം വരാം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരാം, അത് കഴിഞ്ഞ് CBI അന്വേഷണം വരാം. അപ്പം പോലീസിന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോഴത്തെ പല ആൾക്കാരും ഏതെങ്കിലും കേസിനകത്ത് പിടിക്കപ്പെടുകയോ അവന് കുഴപ്പമാവും, ജയിലിൽ പോകും എന്ന് തോന്നിയാൽ അവൻ ആത്മഹത്യ ചെയ്യുന്ന ചരിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് പോലീസിനെ പഴി പറയാൻ കഴിയില്ല. കാരണം കസ്റ്റഡി ഡെത്തൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത കാലത്ത് 1-2 സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലെ, തിരൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്കറിയാം ഒരു സംഭവം. കസ്റ്റഡി എടുത്തയാൾ, അയാൾ ഡ്രഗ്സ് 2 ചെറിയ പാക്കറ്റ് വിഴുങ്ങി അയാൾ പോലീസ് സ്റ്റേഷൻ വെച്ച് മരിച്ചു. അതൊക്കെ പോലീസിൻ്റെ പുറത്ത് പഴി ചാരേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പം കാണുന്നത്. പോലീസ് ഹെൽപ്ലെസ് ആണ് ഈ കാര്യത്തിൽ. ചില കേസിനകത്ത് പോലീസ് ഹെൽപ്ലെസ് ആണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാനൊക്കും? അവർ വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കൽപ്പറ്റ കേസിനകത്ത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ പയ്യനെ ട്രൈബ് ബോയിയാണ്, അവന് ഇങ്ങനെ പെൺകുട്ടിയായിട്ട് പോയി കഴിഞ്ഞപ്പോൾ പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ കുറേ വർഷം എങ്കിലും അകത്ത് കിടക്കേണ്ടി വരും എന്ന് അവന് മനസ്സിലാക്കിയപ്പോഴാണ് അവനെ തൂങ്ങിയതെന്ന് മനസ്സിലാവുന്നത്. അതുവരെ ആ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവൻ അറിവില്ല. എന്തായാലും പോലീസ് അതിനകത്ത് വീട്ടിലായി. ഏതായാലും അതിനകത്ത് ഒരു ജുഡീഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ തഹസീൽദാരോ RDO വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കും. അതിനകത്ത് മറ്റൊന്നും സംശയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊരു നാച്ചുറലായിട്ടുള്ള, അയാൾ കയറി തൂങ്ങിയത് തന്നെ ശുചിമുറിയിലാണ് തൂങ്ങിയത്. ഏതായാലും കേരളത്തിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി കൂടുതൽ പോലീസ് സ്റ്റേഷനും പരിസരത്തും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ഉണ്ടായിക്കൊണ്ട്, ചെറുപ്പക്കാരൊക്കെ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ, അവർ പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തി ചെയ്യുന്നത്, പക്ഷേ പിടിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്.